ഇതിന്റെ ഇടയ്ക്ക് ന്യൂക്ലിയർ ബോംബല്ല ന്യൂക്ലിയർ ഇതിന്റെ നമ്മൾ പൊട്ടിച്ചുമായിട്ട് തൊട്ട് പിന്നില് 98-ലല്ലേ നടന്ന രണ്ടാമത്തെ 74 കഴിഞ്ഞിട്ട് 98-ല്. അപ്പൊ നമ്മൾ രണ്ടും ന്യൂക്ലിയർ ഇതും കൂടിയായി. തീവ്രവാദവും പതുക്കെ കൺട്രോളിൽ ആയിപ്പോയി. കാരണം നമ്മൾ അത്രത്തോളം രാഷ്ട്രീയ റൈഫിൾസ് ബറ്റാലിയനും അതും ഇതൊക്കെ ആയിട്ട് നമ്മൾ നിന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ. ഇവിടെയാണെങ്കിൽ പൊളിറ്റീഷ്യൻസ് കൈ ഓർക്കാൻ റെഡിയായിട്ട് ബസ് യാത്ര നടത്തുന്നു. അയാൾ അങ്ങോട്ട് വരുന്നു, ഇയാൾ അങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇയാൾ വിചാരിച്ചു ഇങ്ങനെ പോയാൽ ഈ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, നിലനിൽപ്പ് തന്നെ ഇന്ത്യയെ ചൊറിയുക എന്നുള്ളതാണ്. ഇന്ത്യയുടെ ആയിട്ട് ശത്രുത, അതിനു വേണ്ടിയിട്ടാണ് പല ലോകരാജ്യങ്ങളും ഇന്ത്യയുടെ വളർച്ച നിർത്താൻ പോലുമാണ് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലായിട്ടും എന്തായിട്ടും. അപ്പോൾ ഇയാള് എടുത്തൊരു തീരുമാനമായിരുന്നു, വിന്റർ തുടങ്ങുമ്പോൾ അവരവരുടെ പോസ്റ്റുകൾ ഒഴിഞ്ഞ് അവര് നോർമൽ സ്ഥലത്തേക്ക് വരിക എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, അവരവരുടെ ഭാഗത്തേക്കും പോയി. രണ്ടുപേരും മാറിയപ്പോൾ ഇവരുടെ പട്ടാളക്കാർ തിരിച്ചു വന്നു. നമ്മളത് 1948 തൊട്ട് നടക്കുന്നതുകൊണ്ട് നമ്മളത് പ്രതീക്ഷിച്ചില്ല. പാളിച്ചയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ വഴിയില്ല. കാരണം ഇവർ വന്നോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് വരെ വന്നിട്ടില്ല. 10-50 കൊല്ലത്തെ എക്സ്പീരിയൻസും ഉണ്ടല്ലോ. ഇവര് തിരിച്ച് വരികയും അവരുടെ പോസ്റ്റ് ഒക്യുപ്പൈ ചെയ്തു എന്ന് മാത്രമല്ല, നമ്മുടെ പോസ്റ്റ് കാലിയായിട്ട് കിടക്കൂലേ, നമ്മുടെ പട്ടാളക്കാർ തിരിച്ചു വന്നു, ഇവര് ആ പോസ്റ്റും കൂടെ ഒക്യുപ്പൈ ചെയ്തു. ഞാനതാണ് പറഞ്ഞ വിശ്വാസവഞ്ചന എന്ന് പറയുമ്പോൾ എഴുതി വെച്ച റൂള് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവര് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെയാണ്, അവർ നമ്മുടെ ഇതിലേക്ക് കയറി തന്നു.